വാളകം ഇലക്ട്രിക്കൽ സെക്ഷൻ വളരെ അസൗകര്യങ്ങളുടെ ഒരു കൂമ്പാരമായി കഴിഞ്ഞിരിക്കുന്ന ഒരു അവസരത്തിലാണ് പുതിയ ഓഫീസിലേക്ക് മാറുക എന്നുള്ള ഒരു ആശയം വന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തന്നെ പോളിസി എന്ന് പറയുന്നത് ഇരുനിരയിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ വാളകം സെക്ഷൻ ഓഫീസ് നമ്മുടെ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റുകയാണ്. പുതിയ ബിൽഡിങ്ങിൽ എല്ലാവിധമായിട്ടുള്ള സജ്ജീകരണങ്ങൾക്ക്, അതായത് എഇക്ക് പ്രത്യേക ക്യാബിൻ, അതുപോലെ തന്നെ സീനിയർ സൂപ്രണ്ടിന്, സബ് എഞ്ചിനീയേഴ്സിന്, ഓവർസിയേഴ്സിന്, ലൈൻമാൻമാർക്ക്, അതുപോലെ തന്നെ സ്റ്റോറിന് പ്രത്യേക മുറികൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നമ്മൾ നിർദ്ദേശിച്ച അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് സൺറൈസ് മീറ്റിംഗ് കൂടുന്നതിന് വേണ്ടി നല്ല ഒരു ഹാൾ ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ ഈ പുതിയ ഓഫീസ് വരുന്നതോടുകൂടി സൺറൈസ് മീറ്റിങ്ങിന് വിശാലമായിട്ടുള്ള ഒരു ഹാളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഉപഭോക്താക്കൾക്ക് നല്ല സേവനം കൊടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ പേര് അനീഷ് കെ ഐലറ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്, ആയൂർ സബ് ഡിവിഷൻ. വാളകം ACV അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. നമ്മുടെ വാളകം സെക്ഷൻ ഓഫീസ് MC റോഡിൻ്റെ സൈഡിൽ പഞ്ചായത്ത് ബിൽഡിങ്ങിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. റോഡുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ഓഫീസാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ 2 ജീവനക്കാർക്ക് അവിടെ റോഡിൽ വെച്ച് തന്നെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ജീവനക്കാർക്ക് 2 പേർക്ക് അപകടം പറ്റി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവിടുന്ന് അത്യാവശ്യമായിട്ട് ഓഫീസ് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് പറഞ്ഞ്. അത് കൂടാതെ തന്നെ വികലാംഗ സൗഹൃദമായ ഒരു ഓഫീസ്, അതായത് വികലാംഗർക്കൊന്നും ഓഫീസിൽ 2 നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് മുകളിലേക്ക് വികലാംഗർക്ക് കയറി വരാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കണമായിരുന്നു. അപ്പോൾ വൈദ്യുതി ബോർഡിൻ്റെ പോളിസി എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു ഓഫീസ് തുടങ്ങണമെന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടെത്തുകയും അത് നമ്മൾ വളരെ ഭംഗിയായി ഇവിടെ ഒരു ഓഫീസ് തുടങ്ങുകയാണ്. ഇത് നമ്മൾ കൂടുതൽ ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകുന്നു. ഇതിൽ ഉപഭോക്തൃ സൗഹൃദമായി മാറാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഉപഭോക്തൃ സേവനങ്ങൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഓൺലൈൻ സേവനങ്ങളാണ്. എന്നിരുന്നാലും ഒരു നേരിട്ട് കാണണമെങ്കിലോ വേറെ ആവശ്യങ്ങൾ പലതും വരുമല്ലോ. മാറി വരുന്ന സാഹചര്യത്തിൽ ഇനി പല സോളാർ ഇൻസ്റ്റലേഷൻ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് വരുമല്ലോ. ബില്ലടച്ചതിലുള്ള ബുദ്ധിമുട്ട്, ചിലപ്പോൾ നേരിട്ട് ഓൺലൈനായിട്ട് ശരിയാക്കാൻ പറ്റാത്ത സംവിധാനം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആൾക്കാരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു പുതിയ കെട്ടിടത്തിലോട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ ഉപഭോക്താവിനെ സേവിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം എല്ലാം കൊണ്ടും ഉപഭോക്തൃ സേവനത്തിലേക്ക് ഒരു നല്ലൊരു കാൽവയ്പ്പാണിത്. ഇതെല്ലാ ആശംസകളും നേരുന്നു. കൊട്ടാരക്കര എക്സിക്യൂട്ടീവാണ് അനിൽ. പഴയ ഓഫീസിൽ നിന്നും വളരെ സൗകര്യപ്രദമായ ഓഫീസിലേക്ക് ഇപ്പോൾ വാളകം സെക്ഷൻ ഓഫീസ് മാറുന്നത് വളരെ സന്തോഷകരമായാണ്. ജീവനക്കാരുടെ സൗകര്യവും ജീവനക്കാരുടെ ക്ഷേമത്തിനും വേണ്ടി ബോർഡ് വളരെയധികം താല്പര്യമെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. 2ാം നിലയിലുള്ള ഓഫീസിലേക്ക് വികലാംഗരൊക്കെ അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചായിട്ട് ആൾക്കാരൊക്കെ കയറാൻ ബുദ്ധിമുട്ടാണെന്നുള്ളതും, പിന്നെ റോഡ് സൈഡിൽ വളവിലുള്ള ഒരു ഓഫീസ്, അവിടെ അപകട സാധ്യത കൂടെ 1-2 പേർക്ക് അപകടം നടന്നതായിട്ടൊക്കെ നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പുതിയ ഓഫീസിൽ വളരെ അനുയോജ്യമായ ഒരു ഓഫീസ് കണ്ടെത്തിയത്. ജീവനക്കാർക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് വളരെ ശാന്തമായിട്ട് നിന്ന് റോഡ് സൈഡിലല്ലാതെ നിന്ന് പണം അടയ്ക്കാനും ഉള്ള സൗകര്യം, കൂടുതൽ സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ജനങ്ങൾക്കും ജീവനക്കാർക്കും എല്ലാം വളരെ ഉപകാരപ്രദമായ ഓഫീസായിട്ടാണ് ഈ പുതിയ ഓഫീസിൽ നമ്മൾ കാണുന്നത്. താങ്ക് യു.